നാളെ മാർച്ച് 3 ചൊവ്വാഴ്ച ഏറ്റവും വലിയ പൗർണമി ചന്ദ്രഗ്രഹണം വളരെ ശക്തമാണ്. ഇങ്ങനെ ഹോളി പൗർണമി ദിവസം ചന്ദ്രഗ്രഹണം ഒരുമിച്ച് വരുന്നത് വളരെ വലിയൊരു പ്രത്യേകതയാണ്. ഇത്തരം ഒരു ദിവസം വളരെ അപൂർവമായിട്ടാണ് വരുന്നത്. എന്നാൽ ഈ ഗ്രഹണം കാരണം നമുക്ക് കുറച്ചൊരു ദോഷം ഉണ്ടാകും. അതിലും ചൊവ്വാഴ്ച ആയതുകൊണ്ട് ചൊവ്വാഴ്ചയ്ക്കും ദോഷം കൂടുതലായിരിക്കും. ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ദിവസമാണെന്ന് ജ്യോതിഷികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസം ഈ ഗ്രഹണത്തിന്റെ ദോഷം ഒന്നും ഏൽക്കാതിരിക്കാൻ സ്ത്രീകൾ വീട്ടിൽ അബദ്ധത്തിൽ പോലും ഈ കറി പാചകം ചെയ്യരുത്, കഴിക്കരുത്. പാചകം ചെയ്താലോ കഴിച്ചാലോ നിങ്ങൾക്ക് ഗ്രഹദോഷങ്ങൾ പിടിപെടാൻ അല്ലെങ്കിൽ ദോഷം സംഭവിക്കുമെന്ന് ജ്യോതിഷികൾ പറയുന്നു. കാരണം ഈ ഗ്രഹണത്തിന്റെ ഫലം കൂടുതലായിരിക്കും. ആൺകുട്ടികളിലാണ് ഈ ദോഷം കൂടുതലായി ബാധിക്കുന്നത്. അതിനാൽ ആൺകുട്ടികളുടെ അമ്മമാർ ഈ ചെറിയ പ്രതിവിധി ചെയ്യുക. 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ 50 വയസ്സുള്ള പുരുഷന്മാർക്ക് വരെ ഇത് ചെയ്യാവുന്നതാണ്. സാധാരണയായി ആൺകുട്ടികൾ പുറത്ത് കൂടുതൽ കറങ്ങി നടക്കാറുണ്ട്. അവർ വേഗത്തിൽ വണ്ടിയോടിക്കാറുണ്ട്. കൂടാതെ അവർക്ക് നരദൃഷ്ടിയും കൂടുതലായിരിക്കും. വംശത്തെ നിലനിർത്തുന്ന കുട്ടികൾ സുരക്ഷിതരായിരിക്കാനും ഈ ഗ്രഹണ ദോഷങ്ങൾ അവരെ ബാധിക്കാതിരിക്കാനും ഈ ചെറിയ കാര്യം ചെയ്തു നോക്കൂ. ഇതിനായി ആദ്യം നിങ്ങൾ ചൂടുള്ള ചോറ് ഒരു പാത്രത്തിലേക്ക് എന്നാൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ വൈകുന്നേരം 6:47 വരെ ഗ്രഹണ നിയമങ്ങൾ നാം പാലിക്കണം. ഈ ഗ്രഹണ സമയത്ത് സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവ ഒരേ രേഖയിൽ വരുന്നു. ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ പൂർണ്ണമായി മറയ്ക്കുന്നതിനാൽ ചന്ദ്രൻ രക്തം പോലെ ചുവന്ന നിറത്തിലാകുന്നു. ഇതിനെ ബ്ലഡ് മൂൺ എന്നും പറയുന്നു. ഈ സമയത്ത് നെഗറ്റീവ് ഊർജം അതിന്റെ പാരമ്യത്തിലെത്തുന്നു. അതുകൊണ്ടാണ് ഈ ഗ്രഹണ ദിവസം രാജ്യത്തുടനീളമുള്ള എല്ലാ പ്രധാന ക്ഷേത്രങ്ങളുടെയും വാതിലുകൾ അടയ്ക്കുന്നത്. തിരുമല തിരുപ്പതി ദേവസ്ഥാനം മുതൽ കാശി വിശ്വേശ്വരാലയം വരെ എല്ലാ ക്ഷേത്രങ്ങളിലും ഗ്രഹണകാലം കഴിഞ്ഞതിനു ശേഷം കുളിച്ച് വീട് വൃത്തിയാക്കിയ ശേഷം മാത്രം ഭക്ഷണം പാചകം ചെയ്യുക. ഗ്രഹണത്തിന് മുമ്പ് പാചകം ചെയ്ത ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയണം, കഴിക്കരുത്. അത് മാത്രമല്ല, ഗ്രഹണം കഴിഞ്ഞതിനു ശേഷം വീടിൻ കെട്ടുന്ന ദൃഷ്ടിവസ്തുക്കൾ ഉണ്ടല്ലോ, അതായത് ദൃഷ്ടി കുമ്പളങ്ങ്, ദൃഷ്ടി നാരങ്ങ, പട്ടിക, കറ്റാർവാള് തുടങ്ങിയ ദൃഷ്ടിവസ്തുക്കളെല്ലാം അവയുടെ ശക്തി നഷ്ടപ്പെടുന്നതിനാൽ ഗ്രഹണത്തിന് ശേഷം അവയെല്ലാം എടുത്തു കളയണം, പുതിയവ കെട്ടണം. അതുപോലെ ഗ്രഹണം കഴിഞ്ഞതിന്റെ അടുത്ത് ദിവസം നിങ്ങൾക്ക് അടുത്തുള്ള ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി ശിവലിംഗത്തിന് ഒരു ചെമ്പ് വെള്ളം കൊണ്ടോ പാൽ കൊണ്ടോ അഭിഷേകം ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് വരും. ഗ്രഹണദോഷങ്ങൾ ഒഴിവാകും. ഈ ഗ്രഹണ ദിവസം എല്ലാവരും വാതിലിന് ആൽ ഇലകൾ കെട്ടുക. അങ്ങനെ കെട്ടുന്നത് കൊണ്ട് ഗ്രഹണത്തിന്റെ പ്രഭാവം നമ്മുടെ വീടിന്മേൽ പതിക്കാതെ ഇരിക്കും. ഒരു ദോഷവും സംഭവിക്കില്ല. ഗ്രഹണ വിഷകിരണം ഈ ഹോളിക് തീയിൽ കത്തിയെരിഞ്ഞ ദിവസമാണ് ഹോളി. അതുകൊണ്ടാണ് ഹോളി ദിവസം വൈകുന്നേരം വീടിന് മുന്നിൽ പ്രത്യേകമായി തീയിടുന്നത്. അതുപോലെ ഹോളിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കൃതയുഗത്തിൽ രഘു മഹാരാജാവ് എന്ന പേരുള്ള ഒരു മഹാരാജാവ് ഭരണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ദുണ്ടി എന്ന പേരുള്ള ഒരു രാക്ഷസി ഉണ്ടായിരുന്നു. ആ രാക്ഷസിയെ രഘു മഹാരാജാവ് സംഹരിക്കുന്നു. ആ രാക്ഷസി മരിച്ച സന്ദർഭത്തിൽ ജനങ്ങളെല്ലാം തീ കൊളുത്തുന്നു. അതുകൊണ്ട് ഹോളി ദിവസം വീടിന്റെ മുന്നിൽ തീയിടണം. ഇങ്ങനെ തീയിട്ടാൽ നരഘോഷം, നരബീഡ്, ദൃഷ്ടിദോഷം ഇവയിൽ നിന്നെല്ലാം എളുപ്പത്തിൽ രക്ഷപ്പെടാം. ഹിരണ്യക്ഷിപുവിന്റെ സഹോദരിയായ ഹോലിക തീയിൽ വീണുപോയി ദിവസമായതുകൊണ്ടും ദുണ്ടി എന്ന രാക്ഷസി മരിച്ച് ദിവസമായതുകൊണ്ടും ഹോളി ദിവസം വൈകുന്നേരം തീയിടണം. ഈ ദുണ്ടി എന്ന രാക്ഷസി ചെറിയ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. ചെറിയ കുട്ടികളെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്കുള്ള ബാലാരിഷ്ട ദോഷങ്ങൾ മാറാനും ചെറിയ കുട്ടികൾക്കുള്ള ദൃഷ്ടിദോഷങ്ങൾ മാറാനും ഹോളി ദിവസം വൈകുന്നേരം തീയിടണം. ആ തീ എങ്ങനെയാണ് ഇടേണ്ടതെന്നാൽ ഉണങ്ങിയ വിറകുകൾ എടുക്കണം. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ പ്രഹ്ലാദനും വിഷ്ണു ഭക്തനായിരുന്നു. എത്ര പറഞ്ഞിട്ടും പ്രഹ്ലാദൻ വിഷ്ണു ഭക്തി ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഇത് ഇഷ്ടപ്പെടാത്ത ആ രാക്ഷസൻ തന്റെ മകനെ കൊല്ലാൻ പലതവണ ശ്രമിച്ചു പരാജയപ്പെട്ടു. ഒടുവിൽ തന്റെ സഹോദരി ഹോളികയെ പ്രഹ്ലാദനെ കൊല്ലാൻ അയച്ചു. ഹോളിക തീ കൂട്ടി ദിവ്യശക്തികളുള്ള ഒരു വസ്ത്രം പുതച്ച് തീയിലിരുന്നു. തന്റെ മടിയിൽ പ്രഹ്ലാദനെ ഇരുത്തി. എന്നാൽ അവളുടെ മേലുള്ള വസ്ത്രം പറന്നുപോയി. ആ സമയത്ത് പ്രഹ്ലാദൻ വിഷ്ണു നാമസ്മരണം ചെയ്തതുകൊണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ തീ ഹോളികയെ ദഹിപ്പിച്ചു. ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ പ്രതീകമായി ഹോളിക്ക് തലേദിവസം കാമധനം, ഹോളി ധനം എന്ന രൂപത്തിൽ തീയിടുന്നു. ഹോളിക്ക് മറ്റൊരു കഥ കൂടിയുണ്ട്.
ദ്വാപരയുഗത്തിൽ രാധ തന്നേക്കാൾ ഇനി ഗ്രഹണത്തോടൊപ്പം വരുന്ന ഈ ശക്തമായ ഹോളി പൗർണമി ദിവസം രാവിലെയും വൈകുന്നേരവും കുളിക്കുന്നു. വെള്ളത്തിൽ 2 നെല്ലിക്കയോ 1 നുള്ള് കല്ലുപ്പോ 1 നുള്ള് മഞ്ഞളോ ചേർത്ത് കുളിക്കണം. നെല്ലിക്കയാണെങ്കിൽ കഷണങ്ങളാക്കി വെള്ളത്തിൽ ചേർത്ത് കുളിക്കണം. നെല്ലിക്ക കിട്ടാത്തവർ 1 നുള്ള് കല്ലുപ്പോ 1 നുള്ള് മഞ്ഞളോ വെള്ളത്തിൽ ചേർത്ത് കുളിക്കണം. ഇങ്ങനെ ഈ പൗർണമി ദിവസം കുളിച്ചാൽ നരദൃഷ്ടി മാറും, കഷ്ടപ്പാടുകളെല്ലാം മാറും. 1 മണിക്കൂറിനുള്ളിൽ ദാരിദ്ര്യവും ദോഷങ്ങളും മാറും. നിങ്ങളുടെ ദശ മാറും. മാത്രമല്ല, ഈ ദിവസം ഇങ്ങനെ കുളിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാതെ തന്നെ മാറ്റും. ഇനി ഈ ദിവസം നിങ്ങൾ തൊടേണ്ട ആ അത്ഭുത വൃക്ഷം മറ്റൊന്നുമല്ല, നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന വേപ്പമരമാണ്. വേപ്പമരം വെറുമൊരു സസ്യം മാത്രമല്ല, അത് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ സ്വരൂപമാണ്, സകല ദേവതകളുടെയും വാസസ്ഥലമാണ്. ഈ ദിവസം വേപ്പമരത്തിൽ അപാരമായ ദൈവിക ശക്തികൾ കേന്ദ്രീകരിച്ചിരിക്കും. പ്രകൃതിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന മരങ്ങൾ വെറും വായു മോണരോഗങ്ങൾ വരില്ല. വേപ്പ് ഇലകൾ വെള്ളത്തിൽ കലർത്തി കുളിച്ചാൽ ചർമ്മ രോഗങ്ങൾ അടുക്കില്ല. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ വേപ്പ് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. ഇത്രയും മഹത്തായ ഔഷധ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഗ്രാമത്തിലെ ആശുപത്രി എന്നും വിളിക്കുന്നത്. ഈ പൗർണമി ഗ്രഹണ ദിവസം വേപ്പ് മരത്തെ സ്പർശിക്കുന്നത് പ്രകൃതി മാതാവിനെ ആലിംഗനം ചെയ്യുന്നതിന് തുല്യമാണ്. വേപ്പ് മരത്തെ സ്പർശിക്കുന്നതിലൂടെ നിങ്ങളുടെ ഭയം മാറി ധൈര്യം വർദ്ധിക്കും. കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുന്നവർ ഈ ഗ്രഹണവും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം വേപ്പ് മരത്തെ സ്പർശിച്ചാൽ കടങ്ങൾ തീർക്കാനുള്ള വഴികൾ എളുപ്പമാകും. നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിച്ചില്ലെങ്കിലും ബിസിനസ്സിൽ നഷ്ടങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിനെല്ലാം ഈ വേപ്പ് മരത്തിന്റെ സ്പർശനം ഒരു പരിഹാരമായി മാറും. ഇന്ന് നിങ്ങൾ മരത്തെ സ്പർശിക്കുമ്പോൾ ആ മരത്തിലെ ഊർജം നിങ്ങളുടെ വിരലുകളിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. നിങ്ങളുടെ ദരിദ്രം മുഴുവൻ ആ മരം വലിച്ചെടുത്ത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. കോടികളുടെ മഴ പെയ്യുക എന്നുവെച്ചാൽ ആകാശത്തുനിന്ന് പണം വീഴുക എന്നല്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ലാഭം വരിക, അനാവശ്യ ചെലവുകൾ കുറയുക. ഈ മാറ്റങ്ങളാണ് നിങ്ങളെ ധനികരാക്കുന്നത്. അതുകൊണ്ട് ഈ അത്ഭുതകരമായ ഹോളി പൗർണമിയെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഭക്തിയോടെയും വിശ്വാസത്തോടെയും വേപ്പ് മരത്തെ സ്പർശിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ രാജയോഗം വന്ന് വീട് മുഴുവൻ സുഖ സന്തോഷങ്ങളാൽ നിറയും. ഇനി ഈ ദിവസം വീട്ടിലെ സ്ത്രീകൾ അബദ്ധത്തിൽ പോലും ചില കറികൾ പാചകം ചെയ്യരുത്, കഴിക്കരുത്, പുറത്തും കഴിക്കരുത്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ വഴക്കുകൾ വർദ്ധിക്കും. പിന്നീട് ഉരുളക്കിഴങ്ങ് പോലുള്ള കിഴങ്ങുവർഗത്തിൽപ്പെട്ട ഒരു ഭക്ഷണവും നാളെ പാചകം ചെയ്യുകയോ കഴിക്കുകയോ ചെയ്യരുത്. ചാരനിറത്തിലുള്ള മത്തങ്ങയും ഇന്ന് കഴിക്കരുത്. മധുരമുള്ള മത്തങ്ങയും ഇന്ന് കഴിക്കരുത്. ഇവ ജ്യൂസിന്റെ രൂപത്തിലോ കറികളിലോ ചേർക്കരുത്. അവ കാരണം ധാരാളം ദാരിദ്ര്യ പ്രശ്നങ്ങൾ വർദ്ധിക്കും. അതുപോലെ നോൺ വെജ്, അതായത് ചിക്കൻ, മട്ടൻ, മത്സ്യം, ഞണ്ട്, ചെമ്മീൻ, ഉണക്കമീൻ, ഉണക്ക ചെമ്മീൻ എന്നിവ കറികളിൽ, അതായത് പച്ചക്കറികളിൽ കലർത്തി പാചകം ചെയ്യരുത്. മിക്സഡ് കറി പോലെ പാചകം ചെയ്ത് അതിൽ ഒരു മീൻ കഷ്ണം ഇടാറുണ്ട്. ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് കഴിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. കാരണം അതും നോൺ വെജിന്റെ കൂട്ടത്തിൽ വരും. അതുകൊണ്ട് നോൺ വെജ് അബദ്ധത്തിൽ പോലും കഴിക്കരുത്. മുട്ട ഉൾപ്പെടെയുള്ള നോൺ വെജ് പൂർണ്ണമായും ഒഴിവാക്കുക. പിന്നീട് കൂൺ കഴിക്കരുത്. നാടൻ ആയാലും ഹൈബ്രിഡ് ആയാലും കൂൺ കഴിക്കരുത്. ഇവയൊഴികെ മറ്റ് പച്ചക്കറികൾ കഴിക്കാം. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയും കഴിക്കാം. നോൺ വെജ് കഴിക്കരുത്, പക്ഷേ ഉള്ളി കഴിക്കാം. ചിലർ വെളുത്തുള്ളിയും കഴിക്കരുതെന്ന് പറയും. അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ പറഞ്ഞവ കഴിക്കാതെ ഇരുന്നാൽ മതി. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ പ്രത്യേക പച്ചക്കറികളും നോൺ വെജും ഒഴികെ നിങ്ങൾക്ക് ബാക്കിയെല്ലാം കഴിക്കാം. ഇവ മാത്രം ഒഴിവാക്കിയില്ലെങ്കിൽ ഈ കറികൾ കഴിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഭക്ഷണരീതി അനുസരിച്ചാണ് അതായത് ആ സമയത്ത് ചന്ദ്രന്റെ ശക്തി ദുർബലമായി ക്ഷയിച്ചിരിക്കും. നമ്മുടെ ജാതകത്തിൽ ചന്ദ്രൻ ദുർബലനാണെങ്കിൽ നമുക്ക് മാനസിക പിരിമുറുക്കം, അനാവശ്യ ഭയങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുന്നതിലെ ആശയക്കുഴപ്പം, അമ്മയുമായുള്ള ബന്ധം മോശമാകുക, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഗ്രഹണ സമയത്ത് ഈ പ്രഭാവങ്ങളെല്ലാം ഇരട്ടിയാകും. അതുകൊണ്ട് ചന്ദ്രഗ്രഹണ ദിവസം നമ്മൾ ചന്ദ്രന്റെ സ്വരൂപമായ അരി പണം കൊടുത്തു വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരണം. അരി വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നു പറഞ്ഞാൽ ആ ചന്ദ്രന്റെ അനുഗ്രഹത്തെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുന്ന ധാന്യലക്ഷ്മിയെയും അന്നപൂർണ ദേവിയെയും നമ്മുടെ ഗ്രഹത്തിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ ഗ്രഹണ ദിവസം അരി വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വഴി ജാതക ദോഷങ്ങൾ മാറും, അശുഭങ്ങൾ മാറും, കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും മാറും.
സാമ്പത്തികമായി നല്ല ഫലം ലഭിക്കും. അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും. പക്ഷേ ഓർക്കുക, നമ്മൾ ഈ വീഡിയോയിൽ ഗ്രഹണ ദിവസം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്നുണ്ടല്ലോ. ഗ്രഹണ ദിവസം എന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗ്രഹണം പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവരണം എന്നാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് പൂർണ്ണഫലം ലഭിക്കുക. ആദ്യമായി കൊണ്ടുവരേണ്ട വസ്തു അരിയാണ്. ഇങ്ങനെ അരി കൊണ്ടുവന്ന് അത് പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ബ്രാഹ്മണർക്കോ ദാനം ചെയ്യാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അരി നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ ഭഗവാൻ പ്രസാദങ്ങൾ ഉണ്ടാക്കാറില്ലേ, ആ പ്രസാദങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കാൻ ചോർ പാചകം ചെയ്യാനും ഉപയോഗിക്കാം. നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ ഉപയോഗിച്ചാലും പ്രശ്നമില്ല. പക്ഷേ നിർബന്ധമായും അരി മാത്രം വാങ്ങി കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നാൽ ഭാഗ്യം കൂടെ വരും. നിങ്ങളുടെ ദശ മാറും. വേണ്ടെന്ന് പറഞ്ഞാലും ധനം വന്നു ചേരും. ഇനി ഗ്രഹണ സന്ദർഭത്തിൽ കൊണ്ടുവരേണ്ട രണ്ടാമത്തെ അത്ഭുതകരമായ വസ്തു എന്താണെന്ന് വെച്ചാൽ ഏകമുഖി രുദ്രാക്ഷമാണ്. ഈ രുദ്രാക്ഷത്തിന് ധാരാളം ശക്തികളുള്ളതുകൊണ്ട് ഗ്രഹണ ദിവസം ധനം വീട്ടിലേക്ക് ഒഴുകിയെത്തും. ധനവർഷം ഉണ്ടാകും. ശിവപുരാണം അനുസരിച്ച് രുദ്രാക്ഷങ്ങൾ സാക്ഷാൽ പരമേശ്വരന്റെ കണ്ണുനീർ ബിന്ദുക്കളിൽ നിന്നാണ് ഉദ്ഭവിച്ചത്. ഓരോ രുദ്രാക്ഷത്തിനും അതിന്റെ മുഖങ്ങളെ ആശ്രയിച്ച് ഒരു പ്രത്യേക ശക്തിയുണ്ട്. എല്ലാ രുദ്രാക്ഷങ്ങളിലും വെച്ച് ഏറ്റവും ശക്തിയേറിയതും അപൂർവവുമാണ് ഏകമുഖി രുദ്രാക്ഷം. ഇത് സാക്ഷാൽ ശിവന്റെ രൂപമായി കണക്കാക്കപ്പെടുന്നു. ഇത് ധരിക്കുന്നവർക്കോ പൂജിക്കുന്നവർക്കോ ഒരു ഗ്രഹദോഷവും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് സൂര്യഗ്രഹണം മൂലമുണ്ടാകുന്ന ദോഷങ്ങളെ ഇത് ഇല്ലാതാക്കുന്നു. ജാതകത്തിൽ സൂര്യൻ ബലവാനാണെങ്കിൽ ആ വ്യക്തിക്ക് നേതൃത്വ ഗുണങ്ങൾ, ആത്മവിശ്വാസം, കീർത്തി, പ്രതിഷ്ഠ, സർക്കാർ മേഖലയിൽ വിജയം എന്നിവ ലഭിക്കും. ഏകമുഖി രുദ്രാക്ഷം ആ സൂര്യശക്തിയെ നമുക്ക് നൽകുന്നു. ഇത് ആത്മീയ ശക്തി മാത്രമല്ല, ഭൗതിക സമ്പത്തും നൽകുന്നു. ലക്ഷ്മി ദേവിയെ ആകർഷിക്കാൻ ഇതിന് അത്ഭുതകരമായ ശക്തിയുണ്ട്. ഗ്രഹണം ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. എന്നിരുന്നാലും ചന്ദ്രൻ ശക്തി നൽകുന്നത് സൂര്യനായതുകൊണ്ട് നിങ്ങൾ ഒരു ഏകമുഖി രുദ്രാക്ഷം വാങ്ങി കഴുത്തിൽ ധരിക്കുന്നത് നമ്മളെ പ്രതികൂല ശക്തികളിൽ നിന്ന് സംരക്ഷിച്ച് ഐശ്വര്യവും വിജയവും നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് എല്ലാം ശുഭകരമായിരിക്കും. അതിനാൽ ഈ ഗ്രഹണത്തിന് ശേഷം ഒരു രുദ്രാക്ഷം വാങ്ങുക. അതുപോലെ ഈ ഗ്രഹണത്തിന് ശേഷം ഉപ്പും വാങ്ങാവുന്നതാണ്. ഉപ്പ് കടലിൽ നിന്നാണ് ലഭിക്കുന്നത്. കടൽ ലക്ഷ്മി ദേവിയുടെ ജന്മസ്ഥലമായതുകൊണ്ട് ഇന്ന് ഉപ്പ് വാങ്ങുന്നത് വളരെ ഭാഗ്യവും ഐശ്വര്യവും നൽകും. അതിനാൽ ഇന്ന് ഉപ്പ് തീർച്ചയായും വാങ്ങി വീട്ടിൽ കൊണ്ടുവരിക. കല്ലുപ്പ് വീട്ടിൽ കൊണ്ടുവന്നാൽ ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കും. ധനയോഗം നമുക്ക് സിദ്ധിക്കുന്നു. അത്ഭുതങ്ങൾ കാണുന്നു. ഉപ്പിനെ കല്ലുപ്പ്, ഗല്ലുപ്പ്, റോക്ക് സാൾട്ട്, ദൊഡ്ഡുപ്പ് എന്നിങ്ങനെ പല പേരുകളിൽ വിളിക്കാറുണ്ടല്ലോ. എങ്ങനെ വിളിച്ചാലും ഉപ്പ് ഉപ്പ് തന്നെയാണല്ലോ. അതുകൊണ്ട് ഇന്ന് ഒരു ഉപ്പ് പാക്കറ്റ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഇപ്പോൾ പറയുന്ന രീതിയിൽ ഈ പരിഹാരം ചെയ്യുക. അല്ലെങ്കിൽ ആ ഉപ്പ് പാചകത്തിന് ഉപയോഗിക്കുക. പരിഹാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഗ്രഹണം ആരംഭിക്കുന്നതിന് മുമ്പ് ഉപ്പ് പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവരണം. ഗ്രഹണ ദിവസം കല്ലുപ്പ് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്ന ശേഷം ആ ഉപ്പ് ഒരു ഗ്ലാസ് ബോളിൽ ഇട്ട് അതിൽ ഒരു 5 രൂപ നാണയം, ഒരു നുള്ളു മഞ്ഞൾ, ഒരു സ്പൂൺ കടുക് എന്നിവ ചേർത്ത് ആ ബോൺ വീടിന് പുറത്ത് വാതിൽക്കലോ അല്ലെങ്കിൽ ഗ്രഹണ രശ്മികൾ പതിക്കുന്ന സ്ഥലത്തോ ടെറസിലോ വെക്കുക. അങ്ങനെ വെച്ച ഉപ്പ് ആ ദിവസം രാത്രി മുഴുവൻ വെച്ച് അടുത്ത ദിവസം രാവിലെ എടുത്ത് ഒരു കവറിലാക്കി ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളഞ്ഞാൽ മതി. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ വീടിന്മേൽ ഒരു ഗ്രഹണ ദോഷവും ഉണ്ടാകില്ല. നിങ്ങൾക്ക് ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ മാറും. നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യവും മാറും. അതുകൊണ്ട് പരിഹാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ചെയ്യുക. അല്ല, നിങ്ങൾക്ക് പരിഹാരങ്ങളിൽ താൽപ്പര്യമില്ലാത്തവർ ഉപ്പ് പാക്കറ്റ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം പൂജാമുറിയിൽ കുറച്ചുനേരം വെച്ച് പിന്നീട് എടുത്ത് അടുക്കളയിൽ വെച്ച് പാചകത്തിന് ഉപയോഗിക്കുക. നിങ്ങളുടെ ഇഷ്ടം. ഉപ്പിനെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. കല്ലുപ്പ് ദോഷങ്ങളെ ഇല്ലാതാക്കുമെന്ന് മാത്രമേ നമുക്കറിയൂ. എന്നാൽ അതിന് എത്ര പ്രയോജനങ്ങൾ ഉണ്ടെന്ന് പലർക്കും അറിയില്ല. കല്ലുപ്പ് അത്യന്തം പവിത്രവും വളരെ ശക്തിയുള്ളതുമാണ്. സാധാരണയായി കല്ലുപ്പ് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അതിനോടൊപ്പം ലക്ഷ്മി ദേവിയുടെ ആകർഷണവും നമ്മുടെ വീട്ടിലേക്ക് എത്തുമെന്ന് പലർക്കും അറിയാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ കല്ലുപ്പ് വീട്ടിലേക്ക് വാങ്ങി കൊണ്ടുവരിക. ആ ഉപ്പ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഈ പരിഹാരം ചെയ്യുക. അല്ല, നിങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ താൽപ്പര്യമില്ലെങ്കിൽ ആ ഉപ്പ് പാക്കറ്റ് കുറച്ചുനേരം പൂജാമുറിയിൽ വെച്ച്
പിന്നീട് എടുത്ത് അടുക്കളയിൽ വെച്ച് പാചകത്തിന് ഉപയോഗിക്കാം. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് നല്ലത് സംഭവിക്കും. അതുകൊണ്ട് ഇന്ന് ഉപ്പ് വാങ്ങിക്കൊണ്ടുവരിക. അതിനുശേഷം എന്തു ചെയ്യണം എന്നത് നിങ്ങളുടെ ഇഷ്ടം. ഇനി അതിനുശേഷം ഗ്രഹണത്തോടനുബന്ധിച്ച് റോസ് വാട്ടർ ഉണ്ടല്ലോ, ആ റോസ് വാട്ടറും വീട്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. റോസ് വാട്ടർ നമുക്ക് ഫാൻസി സ്റ്റോറുകളിൽ വിൽക്കുന്നത് കാണാം. ഈ റോസ് വാട്ടറിനെ പന്നീർ എന്നും പറയാറുണ്ട്. റോസ് വാട്ടർ സാധാരണയായി 30 മുതൽ 50 രൂപ വരെയാണ് വില. ഈ റോസ് വാട്ടർ നമുക്ക് ഫാൻസി സ്റ്റോറുകളിൽ ലഭിക്കും. അങ്ങനെ ആ റോസ് വാട്ടർ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വഴി നമുക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. കാരണം റോസ് വാട്ടർ ദേവിക്ക് വളരെ ഇഷ്ടമാണ്. ഈ റോസ് വാട്ടർ പരിഹാരങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമാണ്. ഗ്രഹണത്തിന് ശേഷം റോസ് വാട്ടർ കൊണ്ടുവന്ന് വീട്ടിലെ പൂജാമുറിയിൽ തുളസി ചെടിയിലും അതുപോലെ പ്രധാന വാതിലിലും ആ റോസ് വാട്ടർ കുറച്ച് തളിക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവി ഓടിവന്ന് വീട്ടിലിരുന്ന് സമ്പാദ്യം വർദ്ധിപ്പിച്ച് ഐശ്വര്യം നൽകി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഈ റോസ് വാട്ടർ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നത് വഴി കഷ്ടപ്പാടുകൾ മാറും, അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും, അശാന്തി ഇല്ലാതാകും. ചിലർ എപ്പോഴും എന്തെങ്കിലും ഒരു തരത്തിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും. വീട്ടിൽ എന്തെങ്കിലും വഴക്കോ ബുദ്ധിമുട്ടോ ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെയുള്ളവ ഇല്ലാതായി നമ്മുടെ വീട്ടിൽ സുഖവും സന്തോഷവും ഉണ്ടാകുന്നതിനോടൊപ്പം നല്ല പുരോഗതിയും ഉണ്ടാകാൻ ഈ റോസ് വാട്ടർ ഉപകരിക്കും. അതുകൊണ്ട് ഗ്രഹണത്തോടനുബന്ധിച്ച് തീർച്ചയായും റോസ് വാട്ടർ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ കൊണ്ടുവന്ന് റോസ് വാട്ടർ കൊണ്ട് ഈ ചെറിയ കാര്യം ചെയ്യുക. നിങ്ങൾക്ക് എല്ലാം നല്ലത് സംഭവിക്കും. അതുപോലെ ഈ ദിവസം ഉഴുന്നുപരിപ്പ് വാങ്ങിക്കൊണ്ടുവന്നാലും നമുക്ക് ഭാഗ്യം ലഭിക്കും. അതായത് ഈ ഉഴുന്നുപരിപ്പ് ചില ഗ്രഹങ്ങളെ ശാന്തമാക്കും. ചില ഗ്രഹങ്ങൾക്ക് സമർപ്പിക്കപ്പെടുന്നതുകൊണ്ട് ഗ്രഹസ്ഥിതി മോശമായവർക്ക് ഈ ദിവസം ഉഴുന്നുപരിപ്പ് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഫലം ലഭിക്കുമെന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജാതകം മാറണമെങ്കിൽ ഈ ദിവസം ഉഴുന്നുപരിപ്പ് വാങ്ങി കൊണ്ടുവരിക. പിന്നീട് ഈ ഉഴുന്നുപരിപ്പ് ആർക്കെങ്കിലും ദാനമായി നൽകുക. ജാതക ദോഷങ്ങൾ മാറും, നിങ്ങളുടെ ജാതകം മാറും, കഷ്ടപ്പാടുകൾ മാറും, തീരാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയും മാറും. അവസാനമായി ഗ്രഹണത്തോടനുബന്ധിച്ച് ജീരകം കൂടി വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ സമ്പാദ്യം വർദ്ധിക്കും. ഇന്ന് ജീരകം വീട്ടിൽ കൊണ്ടുവന്നാൽ ഭാഗ്യവും ഐശ്വര്യവും അളവറ്റ് സമ്പത്തും നമ്മുടേതാകും. തിരിച്ചുവരവില്ലാത്ത യോഗങ്ങളാൽ നമ്മുടെ ജീവിതം മാറിമറിയുകയും നമുക്ക് എല്ലാം നല്ലത് സംഭവിക്കുകയും ചെയ്യും. നമ്മൾ തൊടുന്നതെല്ലാം സ്വർണം പോലെ മാറും. ജീരകപ്പൊടി വീട്ടിൽ കൊണ്ടുവന്ന് ആ ജീരകം 10 മിനിറ്റ് പൂജാമുറിയിൽ വെച്ച് അതിനുശേഷം അടുക്കളയിൽ വെച്ചാൽ മതി. ജാതകദോഷങ്ങളോടൊപ്പം എല്ലാ പാപങ്ങളും നീങ്ങി കോടി ജന്മങ്ങളുടെ പുണ്യം ലഭിക്കും. കോടിക്കണക്കിന് ദേവതകളുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. നല്ല ഫലങ്ങൾ ഉണ്ടാകും. നമ്മൾ 6 വസ്തുക്കളെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ ഈ 6 വസ്തുക്കളിൽ നിന്ന് ഏതെങ്കിലും 2 വസ്തുക്കളോ അല്ലെങ്കിൽ ഒരു വസ്തുവോ ഇന്ന് വീട്ടിൽ കൊണ്ടുവരിക. ഇന്ന് എന്നാൽ ഗ്രഹണ ദിവസത്തിലല്ല, ഗ്രഹണത്തിന് ശേഷമുള്ള ദിവസമാണ് ഈ വസ്തുക്കൾ വീട്ടിൽ കൊണ്ടുവരേണ്ടത്. ഉപ്പ് പരിഹാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഉപ്പ് ഗ്രഹണ ദിവസം വാങ്ങിക്കൊണ്ടുവരണം. അതിനാൽ ഈ കാര്യം ഓർമ്മിക്കുക. ഗ്രഹണ സന്ദർഭത്തിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 വസ്തുക്കളോ അല്ലെങ്കിൽ ഒരു വസ്തുവോ കൊണ്ടുവരിക. കൊണ്ടുവന്ന് ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി ഇരിക്കുന്നതുപോലെ ചെയ്യുക. ഈ വസ്തുക്കൾക്ക് അത്രയും ശക്തിയുണ്ട്. ഈ ഗ്രഹണം വളരെ ശക്തിയുള്ളതുകൊണ്ട് അതീത ശക്തികളോടെ വരുന്നതുകൊണ്ട് ഈ വസ്തുക്കൾ ആ ശക്തിയെ ആഗിരണം ചെയ്യും. അങ്ങനെ ആഗിരണം ചെയ്ത ഈ ശക്തി നമുക്ക് നല്ലത് വരുത്തും, നമുക്ക് നല്ല ഫലങ്ങളും നൽകും. ഇരുന്ന് കഴിച്ചാലും തീരാത്ത ഐശ്വര്യം നൽകും. നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും, ധനവർഷം ഉണ്ടാകും. അതിനാൽ ഈ ഗ്രഹണ സന്ദർഭത്തിൽ എല്ലാവരും ഈ വസ്തുക്കൾ വീട്ടിൽ കൊണ്ടുവന്ന് ശുഭങ്ങൾ നേടുക. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ അഷ്ടൈശ്വര്യങ്ങൾക്ക് കുറവില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.